ഒരു മുന്നണിയോടും പ്രത്യേക മമത പ്രകടിപ്പിക്കാത്ത നിയമസഭാ മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ കുന്നംകുളം. 14 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 9 വട്ടം ഇടതുമുന്നണിക്കും 5 തവണ UDF-നും വേണ്ടി കുന്നംകുളത്തുകാർ വിധിയെഴുതി. CMPയിൽ നിന്നുള്ള CP ജോണാകും ഇക്കുറി UDF സ്ഥാനാർത്ഥി. എന്നാൽ LDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും ഭരണം നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കുന്നംകുളത്ത് ഇടതുമുന്നണി. 2006-ലും 2011-ലും ബാബു എം പാലിശ്ശേരിയാണ് കുന്നംകുളത്തു നിന്നുള്ള നിയമസഭാംഗം. വികസന രംഗത്ത് കുതിപ്പുണ്ടാക്കാനായി എന്നാണ് നേട്ടമായി MLA വിലയിരുത്തുന്നത്. പദ്ധതി വീതം പൂർണ്ണമായ തോതിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞു. 98-99% ടെൻഡർ നടപടികൾ കഴിഞ്ഞു. ബാക്കിയെല്ലാം പൂർത്തീകരിക്കാത്തവ പോലും ഈ രീതിയിൽ ഒറ്റ പൈസ ലാപ്സ് ആയി പോയിട്ടില്ല. എന്നാൽ നടപ്പിലായ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം സംസ്ഥാന സർക്കാരിന്റേതാണെന്നാണ് UDF-ന്റെ അവകാശവാദം. കോസ്മെറ്റിക് ചേഞ്ച് അല്ല, ഒരു സെക്ടറിലായിട്ട് തന്നെ വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ ഈ UDF ഗവൺമെന്റിന്റെ സാധിച്ചിട്ടുണ്ട്. അത് MLA-യുടെ ഒരു മിടുക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. തീർത്തും അതൊരു പ്ലാനിംഗ് ബോർഡിന്റെ സംവിധാനത്തോടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി CP ജോൺ വീണ്ടും മത്സരരംഗത്തെത്തുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ തവണ 481 വോട്ടിനായിരുന്നു ജോണിന്റെ പരാജയം. CPIM-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. DYFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPIM ഏരിയ സെക്രട്ടറിയുമായ TK വാസുവിനാണ് പ്രാദേശിക പിന്തുണ. അതേസമയം മണ്ഡലത്തിൽ സിനിമാ നടൻ VK ശ്രീരാമനെയും പരിഗണിക്കുന്നുണ്ട്. തൃശൂർ മണ്ഡലം CPI വിട്ടു നൽകാത്ത സാഹചര്യത്തിൽ കുന്നംകുളം CMPക്ക് നൽകാനുള്ള ആലോചനയും LDF തലത്തിൽ നടക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.